ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ ലീഡ് തിരിച്ചു പിടിക്കുന്നു LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. കോട്ടയത്ത് ലീഡ് മാറി മറിയുന്നു. സനോജ് പറയുന്നു കോട്ടയത്ത് ലീഡുകൾ മാറി മറിയുന്നു. UDF അനുകൂലമായ ഒരു സാഹചര്യം പുതുതായിട്ട് രൂപപ്പെട്ടു. ആദ്യ റൗണ്ടിൽ 200 വോട്ടുകളുടെ ലീഡ് LDF ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറുന്നു. UDF ലീഡിൽ കോട്ടയം എത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ KC 1473 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 12,975 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 19 വോട്ട് കോട്ടയത്ത് UDF ലീഡ് 1649 വോട്ടുകൾക്കാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത്. 1000 കടന്നിട്ടുണ്ട്. ശൈല ടീച്ചർ വീണ്ടും ലീഡ് തിരിച്ചു പിടിക്കുന്നു. 945 വോട്ടുകൾ KK ശൈല ടീച്ചർ 945 2000 പരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഫുൾ ജോയ് ആണ് 1003 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 1000 കടന്നിരിക്കുന്നു LDF സ്ഥാനാർത്ഥി വി ജോയ് ആറ്റിങ്ങൽ. അപ്പോ ആറ്റിങ്ങൽ ആ നിലയിൽ LDF ലീഡ് ചെയ്യുന്ന മണ്ഡലം. അതുപോലെ ഉമേഷ് ചാലക്കുടിയിൽ LDF ലീഡാണ്. 1200ഓളം വോട്ടുകൾക്ക് ലീഡ് എടുക്കുന്നു LDF. 5308 വോട്ടുകളാണ് ഈ ഘട്ടത്തിൽ LDF ചാലക്കുടിയിൽ നേടിയിട്ടുള്ളത്. UDF 4160. അതാണ് ആ വ്യത്യാസം. 5308 4160 ആ വ്യത്യാസമാണ് 2020യും NDAയും ഒക്കെയുള്ള ആ മത്സരത്തിൽ. ഇതാണ് വ്യക്തമായി നോക്കേണ്ടത് നമ്മുടെ മുമ്പിൽ. അതായത് 5308 വോട്ടുകൾ LDF, 4160 UDF. ഇതാണ് ആ വ്യത്യാസം അവിടെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ മണ്ഡലത്തെ സംബന്ധിച്ചും വളരെ സമഗ്രമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് കൈരളി ന്യൂസ് മുന്നോട്ട് പോകുന്നത്. വളരെ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിൽ നിന്നുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് സമാഹരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഡും UDFന്റെ അപ്പോൾ ഈ മൂന്ന് മുന്നണികളുടെയും ലീഡുകൾ മാറി മറിയുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൈരളി ന്യൂസിലൂടെ. ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വിവരങ്ങളെല്ലാം അറിയുന്നതിനുള്ള സംവിധാനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ചാലക്കുടി LDF, മാവേലിക്കര, പത്തനംതിട്ട, വടകര ഈ മണ്ഡലങ്ങളൊക്കെ ആ നിലയിൽ കാസർഗോഡ്, കണ്ണൂര് ഇതെല്ലാം LDF ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളാണ്. അതേസമയം UDF നേരത്തെ മലപ്പുറത്ത് നമ്മൾ കണ്ടു, ഇടുക്കിയിൽ നമ്മൾ കണ്ടു, വയനാട്ടിൽ നമ്മൾ കണ്ടു, എറണാകുളത്ത് നമ്മൾ കണ്ടു. ഈ മണ്ഡലങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് തരൂരിൽ ലീഡ് ചെയ്യുന്ന സാഹചര്യം. ഇവിടെയൊക്കെ UDF ലീഡ് ചെയ്ത് മുന്നോട്ട്. പത്തനംതിട്ടയിൽ UDF ലീഡ് പിടിക്കുന്നു. 1869 വോട്ടുകൾക്ക് ആന്റോ ആന്റണി ലീഡ് തിരിച്ചു പിടിക്കുകയാണ്. കഴിഞ്ഞ റൗണ്ടിൽ നേരെ തിരിച്ചായിരുന്നു ലീഡ് ചെയ്തത്. ഇപ്പോൾ അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം. എല്ലാം ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും ഇതുവരെ തരുന്ന വിവരങ്ങൾ നൽകുന്ന സൂചന വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ഇരു മുന്നണികൾക്കുമിടയിലുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ BJP ചില മണ്ഡലങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ ലീഡ് അങ്ങനെ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ വന്ന വിവരങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ നോക്കേണ്ടത്. തിരുവനന്തപുരത്ത് ലീഡ് നില മാറി മറിയുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ തരൂര് ഏതാണ്ട് അതിലും അപ്പുറം ലീഡ് നില നിർത്തിപ്പോകുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവിൽ ഇതുവരെയുള്ള വിവരങ്ങളിൽ നമ്മൾ കണ്ടതെങ്കിൽ. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് തുടക്കത്തിൽ പോസ്റ്റൽ ബാലറ്റിലൊക്കെ സുനിൽകുമാറിന് മേധാവിത്വം ഉണ്ടായിരുന്നതിൽ നിന്ന് ഓരോ റൗണ്ടിൻ്റെയും രാഷ്ട്രീയ സ്വഭാവമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ മുന്നണികളെ അതൊന്നും ബാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ വോട്ടുകൾ എണ്ണുന്നതിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ സുരേഷ് ഗോപിക്ക്, BJPക്ക്, NDAയ്ക്ക് അവരുടെ ആ കിട്ടിയ ലീഡ് ആ നിലയിൽ നിലനിർത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുതിയ വിശദാംശങ്ങൾ കൂടി വരേണ്ടതുകൂടിയുണ്ട്.